ദിവ്യകാരുണ്യമേ, നിത്യനാനന്ദമേ, ദിവ്യകൂദാശയ എന്നിലലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായെന്നെ നിന്റേതായി മാറ്റൂ. ദിവ്യകാരുണ്യമേ, നിത്യനാനന്ദമേ, ദിവ്യകൂദാശയ എന്നിലലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായെന്നെ നിന്റേതായി മാറ്റൂ. മഴയായി പൊഴിയൂ മനസ്സിൻ ഭൂവിൽ, സ്നേഹക്കുളിരായി നിറയൂ ഇന്നൻ ഹൃത്തിൽ. നിത്യം ആരാധന സ്തുതിനാഥ, നിത്യം ആരാധന സ്തുതിനാഥ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള തിരുവചനങ്ങൾ. ജെറുസലേമിൽ ശിമിയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. ശിമിയോൻ എന്നു പേരുള്ള വൃദ്ധനായ ഒരു മനുഷ്യൻ. ലൂക്കാ സുവിശേഷകൻ ഏതാനും പ്രത്യേകതകൾ എഴുതുന്നു. അവൻ നീതിമാനായിരുന്നു, ദൈവഭക്തനായിരുന്നു, രക്ഷകൻ്റെ ആഗമനത്തിന് വേണ്ടി കാത്തിരുന്നവനായിരുന്നു. വാസ്തവത്തിൽ ഒരു മനുഷ്യായുസ് മുഴുവൻ ദൈവത്തിൽ ആശ്രയിച്ചവൻ, ഒരു മനുഷ്യായുസ് മുഴുവൻ ദൈവത്തെ കാത്തിരുന്നവൻ. അനേകം മക്കളുടെ ജീവിതങ്ങൾ ഇങ്ങനെയാണ്. ദൈവത്തിന് വേണ്ടി കാത്തിരുന്നൊരു ജീവിതം. അനേകം സന്യാസ ഭവനങ്ങളിൽ അനേകം വൈദികര്, അനേകം സന്യസ്തര്, ആത്മായ മക്കള് ഇങ്ങനെ ദൈവത്തിന് വേണ്ടി പാഴാക്കി കളയുന്ന ജീവിതങ്ങൾ. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടും എന്തേ ഈ ജീവിതങ്ങൾ ഇങ്ങനെ പാഴായി പോകുന്നു? ചില മനുഷ്യര് ജീവിതം മുഴുവൻ ദൈവവുമായിട്ട് ചേർത്ത് വെച്ച് ദൈവാരാധനയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവര്, വിവാഹം കഴിക്കാതെ ഒറ്റപ്പെട്ട് ദൈവിക കാര്യങ്ങളിൽ ഇടപെട്ട് ജീവിക്കുന്നവര്, അനേകം മക്കള്. എല്ലാം ദൈവം തരും. ദൈവത്തെ കണ്ടുമുട്ടുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആനന്ദമാക്കുന്നവര്, ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞതൊക്കെ കണ്ണുമടച്ച് വിശ്വസിക്കുന്നവര്. അടുത്ത ദിവസങ്ങളിൽ ഒരു വീട്ടിൽ പോകാൻ ഇടവന്നു. ആ കുടുംബത്തിലെ മകൾ, അവൾക്ക് ഒരു പ്രത്യേകതരം ക്യാൻസർ രോഗമാണ്. വളരെ ചുരുക്കം പേർക്ക് വരുന്ന ഒരു പ്രത്യേകതരം ക്യാൻസർ രോഗം. എല്ലാ ആന്തരിക അവയവങ്ങളുടെയും മുകളിലൂടെ ക്യാൻസർ. എല്ലാ അവയവങ്ങൾക്കും ക്യാൻസർ. അതിൻ്റെ മുകളിലൂടെ ഒരു കോട്ടിങ് പോലെ, ഒരു കവറ് പോലെ ക്യാൻസർ. ഒരു പ്രത്യേകതരം ചികിത്സയ്ക്ക് പോകണം. ഈ അവയവങ്ങളുടെ പുറത്തുള്ള ഈ ക്യാൻസർ ചിരണ്ടിക്കളയണം. ഭാരതത്തിൽ തന്നെ 1-2 ഹോസ്പിറ്റലുകളിൽ ഇങ്ങനത്തെ ചികിത്സയുള്ളൂ. അങ്ങനെ ഇരിക്കുന്നൊരു കുടുംബത്തിൽ ആ മകൾ ദൈവസന്നിധിയിൽ വരുന്നൊരു കുഞ്ഞായിരുന്നു. പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. ആ കുടുംബത്തിൽ ഞാൻ ചെന്നിരിക്കുക. ആ കുടുംബത്തിലെ കുടുംബനാഥൻ അപ്പൻ എന്നോട് കഥ പറഞ്ഞു തുടങ്ങി. ഇയാളുടെ ഇളയ കുട്ടി 25 വയസ്സുള്ള പെൺകുഞ്ഞ്. അവളുടെ വിവാഹം കഴിഞ്ഞു 2 മാസമായി. വിദേശത്തായിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ ഒരു വയറുവേദന, ഒരു അസ്വസ്ഥത. പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഫൈനൽ സ്റ്റേജിൽ നിൽക്കുന്ന ക്യാൻസർ. വിവാഹം കഴിഞ്ഞ് 2 മാസമായ കുട്ടി. അവൾ തിരിച്ചു നാട്ടിൽ വന്നു, ചികിത്സകൾ എടുക്കുന്നു. ഏതാണ്ട് 1.5 വർഷം കൂടെ അവൾ ഈ രോഗവും ചികിത്സയും ഒക്കെയായി ജീവിച്ചു. 1.5 വർഷം കഴിഞ്ഞ ഒരു ദിവസം അവളുടെ സഹോദരിയുടെ മടിയിൽ കിടന്നുകൊണ്ട്, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി,
ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. യേശുവേ സ്വർഗ്ഗത്തിൽ ചെന്നിട്ട് സ്തോത്രം. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അഭിഷേകമല്ലേ മക്കളെ ഇത്? ജീവിതത്തിൽ എന്തൊക്കെ കൂട്ടിവെച്ചാലും അവസാന നിമിഷം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എ ഗ്ലോറിയസ് ട്രയംഫന്റ് ഡെത്ത്, ഒരു മഹത്വപൂർണമായ സ്വർഗരാജ്യ പ്രവേശനം. രണ്ടാമത്തെ മൂത്ത മകളുടെ ഭർത്താവ് 52 വയസ്സ്. അദ്ദേഹവും രോഗിയായി. ഇതേ രോഗം വിദേശത്തൊന്നും ആയിരുന്നു. അവർ നാട്ടിൽ വന്നു. ഏതാനും ദിവസങ്ങൾ, ഏതാനും ആഴ്ചകൾ ശാന്തമായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി. ആ വീട്ടിൽ സംഭവിക്കുന്ന മൂന്നാമത്തെ രോഗപീഠയായത്. കരുത്തോടെ നിൽക്കുന്ന ഒരപ്പൻ, കണ്ണിലൂടെ കണ്ണീരൊഴുകുന്നുണ്ടെങ്കിലും അപ്പൻ പറയുന്നു, എൻ്റെ ദൈവത്തിനറിയാം എൻ്റെ ദൈവം ചെയ്യുന്നത് എന്താണെന്ന്. ഏതാണ്ട് 85-86 വയസ്സുള്ളൊരു മനുഷ്യൻ, എൻ്റെ ദൈവത്തിനറിയാം എൻ്റെ ദൈവം എന്താ ചെയ്യുന്നതെന്ന്. എൻ്റെ ദൈവം എന്നോട് കരുണ കാണിച്ചു കൊണ്ടിരിക്കുക. ദൈവമക്കളെ, ജീവിതത്തിനപ്പുറത്തുള്ള കാഴ്ചകൾ കാണുന്ന മനുഷ്യർ, ഈ ലോകത്തിലെ അനുദിന വ്യാപാരങ്ങൾക്കപ്പുറത്തുള്ള കാഴ്ചകൾ കാണുന്ന വ്യക്തികൾ, തൻ്റെ പൊന്നുകുഞ്ഞിൻ്റെ മരണത്തിനപ്പുറത്ത് തുറന്നു വെച്ചിരിക്കുന്ന സ്വർഗത്തെ കാണാൻ കണ്ണിന് കാഴ്ച ദൈവം കൊടുക്കുന്ന ഒരപ്പൻ. ദൈവമക്കളെ, ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ശിമയോൻ എന്ന മനുഷ്യനെ അവതരിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാ. ജീവിതകാലം മുഴുവൻ ദൈവമേ എന്ന് വിളിച്ച് ജീവിച്ചൊരു ജീവിതം, ഒഴിച്ചു കളഞ്ഞൊരു ജീവിതം പോലല്ലേ. എന്ത് ഗുണമുണ്ടായി? ഒരായുസ് മുഴുവൻ ജീവിച്ചിട്ട് എന്ത് ഗുണമുണ്ടായി? ജെറൂസലേം ദേവാലയത്തിൽ രക്ഷകൻ വരുമെന്ന് കാത്തിരിക്കുന്ന ഒരു വൃദ്ധ വയോധികനായ മനുഷ്യൻ ഒഴിച്ചു കളഞ്ഞ ജീവിതമാണോ? അല്ല, നിറവുള്ള ജീവിതമാ, നിറവുള്ള ജീവിതമാ, നിറച്ചു കൊടുത്ത ജീവിതമാ. പരാജയപ്പെട്ടതല്ല മക്കളെ, ചോദിച്ചതൊന്നും കിട്ടാത്തൊരു ജീവിതമല്ല. കിട്ടിയിട്ട് മതിയെന്നു പറയുക. മതി കർത്താവേ. വീണ്ടും ഞാൻ എൻ്റെ പ്രാർത്ഥനയിലേക്ക് കടന്നു പോവുകയാണ്. ഓരോ വൈദികനും ഓരോ സന്യസ്തയും ഓരോ രാത്രിയിലും ചൊല്ലാൻ വേണ്ടി സഭാമാതാവ് ഈ ശിമയോന്റെ വായിൽ നിന്നും വന്ന പ്രാർത്ഥന ഇന്നും ചൊല്ലിച്ചു കൊണ്ടിരിക്കുക. ദൈവമക്കളെ, സുവിശേഷം, ലൂക്കാ സുവിശേഷം, പ്രാർത്ഥനയുടെ സുവിശേഷം, പ്രാർത്ഥനകൾ പറയുമ്പോൾ ഇതാ തമ്പുരാൻ കർത്താവ് ശിമയോന്റെ വായിലേക്ക് ഒരു പ്രാർത്ഥന വെച്ച് കൊടുക്കുക. എനിക്ക് മതി, എനിക്ക് മതി, ഞാനിതാ അങ്ങയുടെ വാഗ്ദാനം കണ്ടിരിക്കുന്നു. ഇതാ ഈ ദാസനെ സമാധാനത്തിൽ പറഞ്ഞു വിട്ടാലും. ദൈവമക്കളെ, ഒരു ജീവിതത്തിൻ്റെ മഹത്വം എവിടെയാണ്? ഒരു ജീവിതത്തിൻ്റെ മഹത്വം തീരുമാനിക്കുന്നത് നിനക്കും നിന്റെ ദൈവവുമായിട്ടുള്ള ബന്ധമാ. നിന്റെ രോഗമോ നിന്റെ തകർച്ചകളോ അല്ല, നിന്റെ സമ്പത്തോ നിന്റെ അധികാരമോ നിന്റെ ഉദ്യോഗമോ നിന്റെ സമ്പത്തോ നിന്റെ പേരോ നിന്റെ വീടോ നിന്റെ കഴിവുകളോ അല്ല. നിന്റെ ദൈവവുമായിട്ടുള്ള നിന്റെ ബന്ധമാണ് നിന്റെ ജീവിതത്തെ നിശ്ചയിക്കുന്നത്. ഈ വൃദ്ധവയോധികൻ ഇതാ തിരുവചനം പറയുകയാ, പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി ദേവാലയത്തിലേക്ക് ചെല്ലുന്നു. ദൈവമക്കളെ, ഞാൻ പറഞ്ഞാൽ തെറ്റാവില്ല എന്ന് വിചാരിക്കുക. ആദ്യമായിട്ട് ദിവ്യകാരുണ്യം ഉയർത്തുന്നു. അമ്മ മാതാവിന്റെ കരങ്ങളിലിരുന്ന ഉണ്ണി മിശിഹായെ കയ്യിലെടുത്തിട്ട് ഇതാ എൻ്റെ കണ്ണുകൾ രക്ഷകനെ കണ്ടിരിക്കുന്നു, രക്ഷയെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് ചരിത്രത്തിൽ ഒരു പുരോഹിതൻ ക്രിസ്തുവിനെ എടുത്തത്, ഒരു ദൈവ പൈതൽ ക്രിസ്തുവിനെ എടുത്തത് ഈ ശിമയോന്റെ കരങ്ങളിലാണ്. ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിൻ്റെ ഒറ്റ ആഗ്രഹം ക്രിസ്തുവിനെ തൊടുക എന്നുള്ളതാവട്ടെ, ക്രിസ്തുവിനെ എടുക്കുക എന്നുള്ളതാവട്ടെ. മതി ദൈവമേ മതി എന്ന് പറയാൻ തക്കവണ്ണം അത്രയധികം നിന്റെ ജീവിതത്തിലേക്ക് ദൈവം ഒഴുക്കി തരുന്നൊരു സ്നേഹമുണ്ട്. ഈ സ്നേഹത്തെ
ദൈവ പൈതലെ നിനക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. ഒഴിച്ചു കളഞ്ഞ ഒരു ജീവിതമല്ല, പാഴായിപ്പോയൊരു ജീവിതമല്ല, ഒരു ഉദാത്തമായ ജീവിതമാണ്. കരുത്തോടെ ആഗ്രഹിക്കുന്നിടത്തേക്ക് കടന്നു ചെല്ലാനായിട്ട് കഴിവുള്ള ഒരു ജീവിതം. ദൈവത്തെ കാണാനുള്ള കണ്ണുകൾ, അത് ശിമിയോന് ദൈവം കൊടുത്ത സമ്മാനമാണ്. ദൈവത്തെ കയ്യിലെടുക്കാനുള്ള കരങ്ങൾ, അത് ദൈവം ശിമിയോന് കൊടുത്ത സമ്മാനമാണ്. ദൈവത്തെ വെളിപ്പെടുത്താനുള്ള അഭിഷേകം, ഇതാണ് രക്ഷയെന്ന് പറഞ്ഞുകൊണ്ട് വെളിപ്പെടുത്തുന്നത് ഈ ശിമിയോന. ഒപ്പം അമ്മ മാതാവിനെ നോക്കി പ്രവചിക്കാനായി അഭിഷേകം കിട്ടുന്നത് ഈ ശിമിയോന. പ്രതിസന്ധികളുടെ മുകളിലൂടെ നടന്നു നീങ്ങാൻ പഠിച്ചവനായിരുന്നു ശിമിയോൻ. ദൈവത്തിൻ്റെ കൈപിടിച്ച് നടക്കാൻ പഠിച്ചവനായിരുന്നു ശിമിയോൻ. ജീവിതത്തിൻ്റെ വിജയം ദൈവമാണെന്ന് വിശ്വസിച്ചവനായിരുന്നു ശിമിയോൻ. ഏതു സാഹചര്യത്തിലും ദൈവത്തിൻ്റെ കരങ്ങളിലിരിക്കുന്ന അഭിഷേകമുള്ളവനായിരുന്നു ഈ ശിമിയോൻ. ദൈവ പൈതലേ, ഈ നിമിഷം തമ്പുരാൻ നിന്നോട് ചോദിക്കുന്നു, നിനക്കെന്താ വേണ്ടത്? നിന്റെ കരുത്തെന്താ? നിന്റെ അഭിഷേകം എന്താ? നിന്റെ അനുഗ്രഹം എന്താ? കർത്താവേ, നീയാണ് എൻ്റെ അഭിഷേകം, നീയാണ് എൻ്റെ അനുഗ്രഹം, നീയാണ് എൻ്റെ സൗഖ്യം, നീയാണ് എൻ്റെ അനുഗ്രഹം. പ്രാർത്ഥന പനിനീർപ്പൂവാകുമ്പോൾ പ്രതീക്ഷ പകരും സൗരഭ്യം, പ്രകാശമരുളും ദൈവം നമ്മോട് കൂടെ, പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോട് കൂടെ. നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ. നന്മയിലേക്കു കുതിക്കും നമ്മൾ, തിന്മ മരിക്കും കൺമുൻപിൽ. ദൈവം നമ്മോട് കൂടെ. കാലം മാറും, ലോകം മാറും, കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥ്യത്തിൻ സമയം ദൈവം മാനസതാരിൽ വാണിടും. ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. വന്ധ്യവയോധികനായ ശിമയോൻ ദേവാലയ വാതിൽക്കൽ രക്ഷ കാത്തു നിന്നവൻ, ദേവാലയത്തിനുള്ളിലേക്ക് വന്ന് ദൈവത്തെ കയ്യിലെടുക്കുന്നവൻ, രക്ഷ കണ്ണുകൊണ്ട് കണ്ടവൻ, രക്ഷ കൈകൊണ്ട് തൊട്ടവൻ. ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൻ്റെ ഭാഗ്യമായത്. നിന്റെ ജീവിതം ഒഴിച്ചു കളഞ്ഞ ജീവിതമല്ല, ദൈവം നിറച്ചു തരുന്ന ഒരു ജീവിതമാണ്. പാഴായിപ്പോയൊരു ജീവിതമല്ല നിന്റേത്. എത്ര വലിയ കരുത്ത്, എത്ര വലിയ അഭിഷേകം, എത്ര വലിയ അനുഗ്രഹം നിന്റെ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് തരുന്നു. ദൈവമക്കളെ, ഹൃദയം നുറങ്ങി പ്രാർത്ഥിച്ചൊള്ളുക. ഒറ്റപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന ഒരു ദൈവ പൈതലാണ് നീയെങ്കിൽ, എനിക്കാരുമില്ല എന്ന് വിചാരിക്കുന്ന ഏകാന്തതയിൽ മുങ്ങിക്കഴിയുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, എന്റെ ജീവിത പങ്കാളി എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, എന്റെ മാതാപിതാക്കൾക്ക് എന്നോട് പരിഗണനയില്ല, എന്റെ മക്കൾ എന്നെ നോക്കുന്നില്ല, എന്റെ സഹോദരങ്ങൾക്ക് എന്നെ വേണ്ട, എന്റെ പ്രിയപ്പെട്ടവർക്ക് എന്നെ വേണ്ട, ഒറ്റപ്പെട്ടു പോയൊരു ജീവിതമാണെങ്കിൽ ഇതാ ദൈവത്തിന്റെ മുമ്പിൽ നീ വിലയുള്ളവനായി മാറുക. നിനക്ക് വേണ്ടത് ദൈവത്തെയാ, നിനക്ക് വേണ്ടത് ദൈവത്തിന്റെ കരുത്താ. നിന്റെ ബലഹീനതയിൽ നിന്റെ ദൈവം നിനക്ക് കരുത്താവുകയാ, നിന്റെ തളർച്ചയിൽ നിന്റെ ദൈവം നിനക്ക് ബലമാവുകയാ, നിന്റെ ഇരുട്ടിൽ ദൈവം നിനക്ക് വെളിച്ചമാവുകയാ. പ്രായമായ മാതാപിതാക്കളെ ഒക്കെ ഒന്ന് സമർപ്പിച്ച്, ഒരുപാട് മാതാപിതാക്കള് ഓരോ വീടിന്റെയും മൂലയില് കണ്ണീരോടെ കഴിഞ്ഞുകൊടുക. മരുന്ന് വാങ്ങിക്കാൻ പോലും നിവൃത്തിയില്ലാത്തവര്, മക്കളൊന്ന് കാണാൻ വരും എന്ന് വിചാരിച്ച് അനാഥ മന്ദിരങ്ങളിൽ കഴിയുന്നവര്,
മക്കളുണ്ടായിട്ടോ മക്കൾ തിരിഞ്ഞു നോക്കാത്തവര്, തെറ്റിദ്ധാരണകളിൽ കഴിയുന്ന കുടുംബങ്ങള്, ഈശോയേ ഈശോയേ ഈശോയേ, ജീവിതത്തിൽ വല്ലാതെ ഒറ്റപ്പെട്ടു പോയവര്, പ്രിയപ്പെട്ടവരുടെ മരണം വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നവര്, ജീവിതത്തിൽ വലിയ ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നവര്, എല്ലാം കൈവിട്ടു പോയവര്, ലോകം പരാജയമെന്ന് പറയുന്നവര്, വീണു പോയവര്, തളർന്നു പോയവര്, യേശുവേ യേശുവേ യേശുവേ, ഈശോയെ ഈശോയെ ഈശോയെ, നിങ്ങളുടെ മാതാപിതാക്കളുടെ മുഖങ്ങൾ കണ്ട് പ്രാർത്ഥിച്ച മക്കള്, ജന്മം തന്ന മാതാപിതാക്കളുടെ മുഖങ്ങൾ കണ്ട് പ്രാർത്ഥിച്ച്, ജീവിത പങ്കാളിയുടെ മുഖം കണ്ട് പ്രാർത്ഥിച്ച്, സഹോദരങ്ങളുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ച്, കുഞ്ഞുങ്ങളുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ച്, പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ കണ്ട് പ്രാർത്ഥിച്ച്, യേശുവേ 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 യേശുവേ, ഈശോയെ 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 ഈശോയെ, ജീവിത ദുഃഖങ്ങളെ സമർപ്പിച്ച, എല്ലാ തകർച്ചകളും ദുരിതങ്ങളെ സമർപ്പിച്ച, ഇരുകരങ്ങളെ ഉയർത്തി സ്വയം ഉയർത്തി വിളിച്ച്, യേശുവേ 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 യേശുവേ. സ്നേഹമാ ശാന്തിയാ ആന്തരിക സൗഖ്യമാ ജീവന മോദമാ സ്നേഹജ്വാലയാ സ്നേഹമാ ശാന്തിയാ ആന്തരിക സൗഖ്യമാ ജീവന മോദമാ സ്നേഹജ്വാലയാ നീ വരൂ സ്നേഹമേ കാത്തിരിപ്പൂ ഞാൻ ദിവ്യമാ തിരുമുഖം ഓർത്തിരിപ്പൂ ഞാൻ. സാധിക്കുന്നവരൊക്കെ മുട്ടിന്മേൽ നിൽക്കുന്നു. തമ്പുരാൻ്റെ ഒരു അഭിഷേകം, ദൈവം നിനക്ക് പ്രത്യക്ഷപ്പെടുന്ന നിമിഷങ്ങൾ, ദൈവത്തിൻ്റെ രക്ഷ നീ കണ്ണുകൊണ്ട് കാണുന്ന നിമിഷങ്ങൾ, നിന്റെ ദൈവം ഇതാ നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങൾ. പ്രവാചകൻ പറഞ്ഞതുപോലെ നീ കാത്തിരിക്കുന്ന കർത്താവ് താമസം വിന ആലയത്തിലേക്ക് വരും. ഇതാ നിന്നെ രക്ഷിക്കുന്ന കർത്താവ്. നിന്റെ കാത്തിരിപ്പ് വ്യർത്ഥമായി പോവില്ല പൈതലേ, നിന്റെ കണ്ണീര് വെറുതെയായി പോവില്ല പൈതലേ, നിന്റെ നിലവിളികൾ ദൈവസന്നിധിയിൽ എത്താതിരിക്കില്ല പൈതലേ. ഇരുകരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി എല്ലാ മക്കളൊന്ന് വിളിച്ച യേശുവേ 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 യേശുവേ. പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ. കടുത്ത ദുഃഖങ്ങൾക്ക് അടിപ്പെട്ട് കഴിയുന്നവര്, കടുത്ത വേദനയിൽ കഴിയുന്നവര്, രോഗങ്ങള് മാരക രോഗങ്ങള്, ഡോക്ടർമാർ ഉപേക്ഷിച്ച അവസ്ഥകള്, മാരകരമായ അവസ്ഥകളിൽ കഴിയുന്നവര് ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി കൽപ്പിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖപ്പെടട്ടെ 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 സുഖപ്പെടട്ടെ. കൊച്ചു കുഞ്ഞുങ്ങളുടെ രോഗപീഠകൾ, ഓട്ടിസ്റ്റിക് കുഞ്ഞുങ്ങള്, ഡൗൺ സിൻഡ്രോമായ കുഞ്ഞുങ്ങള്, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങള്, പഠന വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങള്, പഠിക്കാനായിട്ട് ബുദ്ധിമുട്ട്, ശ്രദ്ധയില്ലാത്ത അവസ്ഥകള്, രോഗപീഠകൾ കൂടെ കൂടെ വരുന്ന കുഞ്ഞുങ്ങള്, ജന്മനാ രോഗപീഠകളുള്ള കുഞ്ഞുങ്ങള്, സർജറികൾ പറഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങള് ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി കൽപ്പിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖപ്പെടട്ടെ 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 സുഖപ്പെടട്ടെ.
പരിശുദ്ധാത്മാവേ 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 സ്ത്രീ സംബന്ധമായ രോഗപീഠകള്, ഗർഭാശയ സംബന്ധമായ രോഗങ്ങള്, ബ്ലീഡിങ്ങിന്റെ രോഗപീഠകള്, സ്ത്രീ സംബന്ധമായിട്ടുള്ള എല്ലാ രോഗപീഠകള്, പുരുഷ സംബന്ധമായ രോഗപീഠകള്, സർജറികൾക്ക് വിധേയരാകേണ്ടവര്, ക്യാൻസർ രോഗപീഠകൾ അനുഭവിക്കുന്നവര്, ഡോക്ടർമാരുപേക്ഷ അവസ്ഥകള്, ജീവിത പങ്കാളിയുടെ രോഗപീഠകള് ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി കൽപ്പിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖപ്പെടട്ടെ, 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 സുഖപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഇരുകരങ്ങളും സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കള് ഒരു അഭിഷേകം പ്രാപിച്ച്, ഒരു അനുഗ്രഹം പ്രാപിച്ച്, ഒരു സൗഖ്യം പ്രാപിച്ച് യേശുവേ യേശുവേ യേശുവേ. സംസാരശേഷി ഇല്ലാത്ത മക്കള്, സംസാരശേഷി നഷ്ടപ്പെട്ടു പോയവര്, 3-4 വയസ്സായിട്ട് ഇനി സംസാരിച്ചിട്ടില്ലാത്തവര്, 8 പേരുടെ അധരങ്ങൾ തുറക്കപ്പെടുന്നതായി, നാവുകൾക്ക് സംസാരശേഷി ലഭിക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച മക്കളെ യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്. നട്ടെല്ല് സംബന്ധമായ രോഗപീഠകള്, കഠിനമായ നടുവേദന, പുറം വേദന, നട്ടെല്ലിന് സർജറി ആവശ്യമായിട്ടുള്ള മക്കള്, നട്ടെല്ലിന് ക്യാൻസർ രോഗങ്ങളുള്ള മക്കള്, ഈശോ കർത്താവ് 17 പേരുടെ നട്ടെല്ല് സംബന്ധമായ രോഗപീഠകൾ സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കിഡ്നി സംബന്ധ രോഗങ്ങള്, യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന അവസ്ഥകള്, കൺട്രോൾ ഇല്ലാതെ യൂറിൻ പോകുന്ന അവസ്ഥകള്, കിഡ്നി സ്റ്റോണുകളുള്ള അവസ്ഥകള്, ഈശോകർത്താവ് ഏതാനും മക്കള് സർജറികളൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ള മക്കളുണ്ട്. ഈ സമയത്ത് സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോകർത്താവ് 14 പേർക്ക് കിഡ്നി സംബന്ധ രോഗങ്ങളിൽ നിന്ന് സൗഖ്യം ലഭിക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ. മക്കൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന 19ഓളം കുടുംബങ്ങള്, മക്കൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന 19ഓളം കുടുംബങ്ങള് അനുഗ്രഹിക്കപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ. ഇരു കരങ്ങൾ വെറുതെ സ്വരമേർത്തി ഒരിക്കൽ കൂടി എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച യേശുവേ 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 യേശുവേ. അനുഗ്രഹമാകും കരങ്ങളടിച്ച് പാടാമോ? അനുഗ്രഹമാകും യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും. അനുഗ്രഹമാകും ഞാൻ അനുഗ്രഹമാകും യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും. ജയമെനിക്കുണ്ട്, തോൽവി എനിക്കില്ല, പരിശുദ്ധ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും. ജയമെനിക്കുണ്ട്, തോൽവി എനിക്കില്ല, പരിശുദ്ധ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും. തീച്ചുള എന്നെ തൊടുകയില്ല, ഇരച്ചിടും വെള്ളം എന്നെ മൂടുകില്ല. തീച്ചുള എന്നെ തൊടുകയില്ല, ഇരച്ചിടും വെള്ളം എന്നെ മൂടുകില്ല. എനിക്കു മുൻപേ കടന്നു പോയവൻ പാതകൾ എനിക്കായി തെളിച്ചിടുന്നു. എനിക്കു മുൻപേ കടന്നു പോയവൻ പാതകൾ എനിക്കായി തെളിച്ചിടുന്നു. അനുഗ്രഹമാകും ഞാൻ അനുഗ്രഹമാകും യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും. അനുഗ്രഹമാകും ഞാൻ അനുഗ്രഹമാകും യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹമാകും. നമുക്ക് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം.
പീഠത്തിന്മേ നിന്ന് കൈകൾ കൂപ്പി പൊന്നു തമ്പുരാൻ ജീവിതത്തിലേക്ക് അഭിഷേകം തരിക. ഈശോയിലേക്ക് നോക്കിക്കോ. ഇന്ന് കേട്ട വചനങ്ങളുടെ മുഴുവൻ അഭിഷേകം തരാൻ പോവുക. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ആരാധന ആരാധന അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ആരാധന ആരാധന അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ആരാധന